பிறந்தவர் அவர் நல்லவர் நல்லவரே. செவிகளின் செவிகளை பிறந்தவர் அவர் நல்லவர் நல்லவரே. குருகளின் கண்களை பிறந்தவர் அவர் நல்லவர் நல்லவரே. செவிகளின் செவிகளை பிறந்தவர் அவர் நல்லவர் நல்லவரே. அவர் நல்லவர் சர்வ வல்லவர் அவர் கிருபை என்றும் உள்ளது. அவர் நல்லவர் சர்வ வல்லவர் அவர் கிருபை என்றும் உள்ளது. இயேசு வல்லவர் இயேசு வல்லவர் என்றென்றும் மாறாதவர். அவர் என்றென்றும் மாறாதவர். இயேசு வல்லவர் இயேசு வல்லவர் என்றென்றும் மாறாதவர். அவர் என்றென்றும் മാറാതവർ. ഇന്നത്തെ നമ്മുടെ ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം സദൃശവാക്യം 21 അധ്യായം അതിന്റെ 2 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യന്റെ വഴികളൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായി നമ്മൾ പുറമെ മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ പുറമേ ഉള്ള യാതൊന്നുമല്ല. അതിനെക്കാട്ടിലും ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളുടെ ചിന്തകളെയാണ് അവൻ തൂക്കി നോക്കുന്നത്. അതിനെ ആധാരമാക്കി ഒരു വേദഭാഗം കൂടി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മത്തായിയുടെ സുവിശേഷം 9 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നെന്ന്. ഈ ഒരു വേദഭാഗം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനകത്ത് 3 ഗ്രൂപ്പ് ആൾക്കാർ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, അതിനകത്ത് ആ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്ന കുറച്ച് ജനം. അതിന് രണ്ടാമത് നമ്മൾ കാണാൻ പറ്റുന്നത് ആ പക്ഷപാതക്കാരൻ. മൂന്നാമത് അതിനകത്തൊരു ശാസ്ത്രിമാരുടെ ഒരു ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പിനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്ന ചിലർ. ആ ചിലർ യേശു അവിടെ പറയുകയാണ്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവർ കൊണ്ടുവരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. എന്താണ്? ഈ യേശു ഈ രോഗിയെ സുഖപ്പെടുത്തും, ഈ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഇവൻ സൗഖ്യം പ്രാപിക്കും എന്ന അവരുടെ വിശ്വാസം, അവരുടെ ഹൃദയത്തിൻ്റെ ആ വിശ്വാസത്തെ യേശു കണ്ടു. അപ്പം യേശു മനുഷ്യൻ്റെ ഉള്ളിലെ അവരുടെ വിശ്വാസത്തെ, അവരുടെ ഹൃദയത്തിൻ്റെ ആ ആഗ്രഹത്തെയും വിശ്വാസത്തെയും അറിയുന്ന ഒരു ദൈവമാണ്. അത് ചിലർ കൊണ്ടുവന്ന ചിലരിൽ നിന്ന് ദൈവത്തിന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. 2, അവിടെ കാണുന്ന മറ്റൊരു വ്യക്തി പക്ഷപാതക്കാരൻ. ആ പക്ഷപാതക്കാരനെ നോക്കിയിട്ട് യേശു പറഞ്ഞതാണ്, മകനെ, ധൈര്യമായിരിക്കാൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവനോട് പറയാണ്, അവൻ ധൈര്യം പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ ഉള്ളിൽ ധാരാളം ഭയമുണ്ട്. ഇതൊക്കെയും യേശു തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യേശു അവനോട് പറയാണ്, മകനെ, ധൈര്യമായിരിക്കാം. അടുത്ത് പറയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ അവനുണ്ടായിരുന്ന പാപങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ അവൻ്റെ രോഗത്തിന് കാരണമായിരുന്നത്. അതുകൊണ്ട് തന്നെ യേശു അവരോട് പറയാണ്, നിന്റെ പാപങ്ങൾ, ധൈര്യമായിരിക്കും, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പാപചിന്തകളോ അല്ലെങ്കിൽ പാപപ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നമ്മുടെ പല രോഗങ്ങൾക്കോ എന്തെങ്കിലും കാരണമാണെങ്കിൽ യേശു അതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് ഞാൻ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു ഗ്രൂപ്പാണ് ശാസ്ത്രിമാർ. അവിടെ പറയാണ്, ശാസ്ത്രിമാർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അവർ പുറമേ പറഞ്ഞില്ല, അവർ പറയാണ് ഇവൻ ദൈവദൂഷണമാണ് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ നിരൂപിച്ചപ്പോൾ യേശു അവരോട് നിരൂപണം ഗ്രഹിച്ചവരോട് പറയാണ്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? അപ്പോൾ ആ ശാസ്ത്രിമാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ദോഷത്തെയും യേശു അത് തിരിച്ചറിയുവാനായിട്ടിടയായി.
ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ചിന്തകളെയും അവൻ നന്നായിട്ട് തിരിച്ചറിയുന്നു. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്തകൾ ഏതൊക്കെയാണോ അതിനെ എല്ലാം തിരിച്ചറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ദൈവ ഭയത്തോടു കൂടെ. അതിൻ്റെ വിശ്വാസമായിരിക്കാം, അതിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി, സ്നേഹത്തിൻ്റെതായ എന്തെങ്കിലും ആയിരിക്കാം എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്, അത് ദൈവം തിരിച്ചറിയുന്ന, അതല്ലെങ്കിൽ എൻ്റെ പാപ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പാപത്തിൻ്റെതായ എന്തെങ്കിലും ഫലങ്ങൾ അതെൻ്റെ ഹൃദയത്തിൽ ദൈവം തിരിച്ചറിയുന്ന, ഇനി എന്തെങ്കിലും ദോഷം നേരിടുന്ന അതെല്ലാം ദൈവം തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ചിന്തകളെ എല്ലാം തിരിച്ചറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ദൈവഭയത്തോടു കൂടി ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കും. ദൈവം അനുഗ്രഹിക്കും.